എൻ്റെ ഇവിടെ ജയിക്കുവാണെങ്കിൽ മുസ്ലിം ലീഗ് ജയിക്കുള്ളൂ. വ്യക്തിപരമായിട്ട് അങ്ങനല്ല, ഇത് ഇവിടുത്തെ ട്രെൻഡ് അനുസരിച്ച് മുസ്ലിം ലീഗിനാണ് ചാൻസ് അധികം. കാസർഗോഡ് ലീഗിൻ്റെ മണ്ഡലമല്ലേ, ലീഗ് പക്ക ലീഗിൻ്റെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിക്കും. ആരെയാണ് കെ.എം. ഷാജി അതൊന്നുമല്ല, ഇവിടുത്തെ പ്രാദേശിക സ്ഥാനാർത്ഥിയായിരിക്കും കാര്യങ്ങളും. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അതൊരു UDFിൻ്റെ കോട്ടയാണ്. അതായത് മുഖ്യ എതിരാളി മിക്കവാറും വരുന്നത് BJP. LDF കേരളത്തിലെ ഏറ്റവും വീക്കസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയായി ഇത് കാസർഗോഡ്. ജനുവിൻ്റെ മുസ്ലിം ലീഗാണ് ഇവിടെ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ലീഡിങ് വരുന്നത്. അത് സംശയമില്ല, എതിരാളികൾക്കും സംശയമില്ല, ഭരണകക്ഷിക്കാർക്കോ പ്രതിപക്ഷക്കാർക്കോ സംശയമില്ലാത്ത ഒരു നിയോജക മണ്ഡലം കാസർഗോഡ്. കാസർഗോഡ് മാർഗിഷ്ണാണ് ഇപ്പം 3ാം സ്ഥാനത്ത്. എന്തെങ്കിലും അടുത്തതിൽ തീർച്ചയായിട്ടും മാർഗിഷ്ണി പിടിച്ചെടുക്കും. MLA ലീഗിൻ്റെ തന്നെ വരുള്ളൂ, ലീഗിൻ്റെ കുറേ ഒന്ന് മൈനാജി അല്ലെങ്കിൽ മൈൻകലോട്ട് ഒരു സാധ്യത UDFിന് തന്നെയാണ്. UDF വരുള്ളൂ. എന്നെ നെല്ലിക്കുന്നതിന് സാധ്യത. അതെ, എന്നാലും സാധ്യത കൽപ്പിക്കപ്പെടുന്ന എന്നെക്കാണ്. കാസർഗോഡ് മണ്ഡലം തീർച്ചയായും LDF ആണ്. 3ാം സ്ഥാനത്തല്ല, 1ാം സ്ഥാനത്ത് തിരിച്ചു വരും. കാസർഗോഡ് UDFിനാണ് സാധ്യതയുള്ളത്. കാരണം കൂടുതലും ഭൂരിപക്ഷം ഉള്ളത് UDFിനാണ് വോട്ടുള്ളത്. ഇവിടെ കോൺഗ്രസിലേക്ക് വരാനാണ് സാധ്യത കൂടുതലാണ്. UDFിനായിരുന്നല്ലോ നേരത്തെ ഒക്കെയും, UDFിനാണ് എപ്പോഴും സാധ്യതയായിട്ട് കാണും നമുക്ക്. കാസർഗോഡ് പിന്നെ UDFിനല്ല സാധ്യത. കാസർഗോഡ് മുസ്ലിം ലീഗിനാണ് സാധ്യത, UDFിനാണ് സാധ്യത. ജയിക്കുന്ന പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളോട് ഇതുവരെ കൂറ് പുലർത്തിയത് ആരാണോ അവർ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ പ്രത്യേകിച്ച് UDF തന്നെയാണ് വരാൻ സാധ്യത.